പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ മന്ത്രിമാർ തന്നിഷ്ടം കാണിച്ചുവെന്ന ആക്ഷേപവുമായി MSF രംഗത്ത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായ പ്രതിഷേധമുയർന്നു. 10 കൊല്ലം തെരുവിൽ തല്ലുകൊണ്ട് സമരം ചെയ്ത് ജയിലിൽ കിടന്നവരെ അവഗണിച്ചെന്നാണ് MSFന്റെ ആക്ഷേപം. നേരത്തെ യൂത്ത് ലീഗും സമാന വിമർശനം ഉയർത്തിയിരുന്നു. എന്നാൽ എല്ലാവരെയും പരിഗണിക്കുന്നത് പ്രായോഗികമല്ലെന്നും നിയമനം മുഴുവൻ പൂർത്തിയായിട്ടില്ല എന്നുമാണ് ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം. യൂത്ത് ലീഗിന് പിന്നാലെ MSFും മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഉയരുന്ന വിമർശനം പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തെ ചൊല്ലി തന്നെയാണ്. നേരത്തെ തന്നെ യൂത്ത് ലീഗിനെയും MSFിനെയും ഒക്കെ ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ അവഗണിച്ചുവെന്ന പരാതി ശക്തമാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന MSFിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലും ഇതേ ഒരു കാര്യം തന്നെയാണ് ഉയർന്നത്. പ്രധാനമായിട്ടും അവർ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നത് പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിൽ മന്ത്രിമാർ തന്നിഷ്ടം കാണിച്ചു എന്നുള്ളതാണ്. ഭരണം ലഭിച്ചപ്പോൾ MSF അവഗണിക്കപ്പെട്ടു. മന്ത്രിമാരുടെ സ്വയംഭരണ പ്രവണതകൾക്കെതിരെ അമർഷം രേഖപ്പെടുത്തുകയാണ്. ഇത് പാർട്ടി ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളെ സുതാര്യമാക്കാൻ വേണ്ടി നടപടിയെടുത്തെങ്കിലും ഉപസമിതിയെ എടുത്തെങ്കിലും ചുമതലപ്പെടുത്തിയെങ്കിലും അതിനെയൊക്കെ നോക്കുകൂത്തിയാക്കിയിട്ടാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനം നടന്നിട്ടുള്ളത്. തന്നിഷ്ടപ്രകാരം സ്റ്റാഫുകളെ കുത്തിക്കയറ്റുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പോഷക സംഘടനകൾ സമർപ്പിച്ച ലിസ്റ്റ് മന്ത്രിമാർ തള്ളുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷം സമരം ചെയ്തും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയും ജയിൽവാസം അനുഷ്ഠിച്ചവരൊക്കെ പാർട്ടി അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രാഷ്ട്രീയ ബോധ്യമോ പാർട്ടി കൂറോ ഇല്ലാത്തവരെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ തിരികെ കയറ്റിയതെന്ന വിമർശനമാണ് MSF ഉയർത്തുന്നത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധം നേരത്തെ യൂത്ത് ലീഗും സമാനമായ തരത്തിൽ തന്നെ മന്ത്രിമാർക്കെതിരെ ഉയർത്തിയിരുന്നു. അവരെയും പരിഗണിക്കാത്തതിൻ്റെ വിമർശനമാണ് ഉയർത്തിയത്. ഒപ്പം തന്നെ PM ശ്രീ എന്ന് പിന്മാറണമെന്ന ആവശ്യവും യൂത്ത് ലീഗിനെ പോലെ MSFും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതൃത്വത്തിന് പറയാനുള്ളത് ഇപ്രകാരമാണ്: പേഴ്സണൽ സ്റ്റാഫ് നിയമനം പൂർത്തിയായിട്ടില്ല, അത് ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല വലിയൊരു പട്ടികയാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിന് മുന്നോടിയായിട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക സാധ്യമല്ലെന്നും പരിചയ സമ്പത്ത് വലിയ പ്രധാനപ്പെട്ട ഘടകമാണെന്നും ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ധാരാളം അപേക്ഷകരുണ്ട് മന്ത്രിമാരുടെ സ്റ്റാഫിൽ വരാൻ വേണ്ടിയിട്ട്. കാരണം MSFിൻ്റെ യൂത്ത് ലീഗിൻ്റെയൊക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള എന്നാൽ അഭ്യസ്തവിദ്യരായ ക്വാളിഫൈഡായ കുറേ ആൾക്കാരുണ്ട്. മന്ത്രിമാരുടെ സ്റ്റാഫിൽ നിശ്ചയിക്കുന്നതിന് എണ്ണം ഉണ്ടല്ലോ, അതിൻ്റെ എത്രയോ 10 മടങ്ങ് കൂടുതലാണ് അപേക്ഷകരുടെ എണ്ണം ഞങ്ങളുടെ കൂട്ടത്തിൽ. എല്ലാവരെയും ഒന്നും തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിച്ചോളുന്നില്ല. പരമാവധി ആൾക്കാരെ അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് നിശ്ചയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ പാർട്ടി നൽകിയ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും മന്ത്രിമാർ ഉൾക്കൊണ്ടില്ലെന്ന വിമർശനം മുസ്ലിം ലീഗിലും ശക്തമായിട്ട് തന്നെ ഉയരുന്നുണ്ട്. കാരണം നേരത്തെ പാർട്ടി നൽകിയ പട്ടികയിൽ നിന്ന് ആളുകളെ എടുക്കണമെന്നൊരു നിബന്ധന വെച്ചിരുന്നെങ്കിലും മന്ത്രിമാർ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളാതെ തനിഷ്ടപ്രകാരം നിയമനം നടത്തിയെന്ന ആക്ഷേപം തന്നെയാണ് ലീഗിനുള്ളിലും പ്രധാനമായിട്ടും ഉയരുന്നത്. ഇത് വരും ദിവസങ്ങളിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് വരില്ലെങ്കിൽ പോലും മുസ്ലിം ലീഗിനുള്ളിൽ ഇത് അമർഷം പുകയുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.